ബി.ജെ.പിയെ കോൺഗ്രസ് സഹായിച്ചു. ബി.ജെ.പി പ്രതീക്ഷിക്കാത്തൊരു സീറ്റ് ഉൾപ്പെടെ 3 സീറ്റുകൾ പിടിച്ചെടുത്തു. 2026 കേരള നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് വിധി വന്നു. സമാനതകളില്ലാത്ത UDFന്റെ വിജയം കണ്ടു. 1977 ശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം 102 സീറ്റ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളിൽ ഇടിച്ചു നിരത്തി പിടിച്ചെടുത്ത നിരവധി സീറ്റുകൾ. അപ്പോഴും മതനിരപേക്ഷതയിൽ അഭിരമിച്ചിരുന്ന കേരളത്തിനെ പറ്റിയ വലിയ തെറ്റുപോലെ ബി.ജെ.പിക്ക് 3 സീറ്റുകൾ. കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ബി.ജെ.പിയെ വെച്ച് വാഴിക്കില്ലെന്ന് പറഞ്ഞവരാണ് ഇടതും വലതും. എന്നിട്ടും ബി.ജെ.പിക്ക് 3 സീറ്റുകൾ. ആരാണ് ബി.ജെ.പിക്ക് 3 സീറ്റുകൾ കിട്ടാൻ സഹായിച്ചത്? ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് 3 ബി.ജെ.പി എം.എൽ.എമാർ കടന്നു വരാൻ വഴിവെട്ടി കൊടുത്തവരാരാണ്? മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരും ചില നേതാക്കളും പാർട്ടിയുടെ സൈബർ വിങ്ങും പറയുന്നു ആ വഴി വെട്ടി തെളിയിച്ചത് കോൺഗ്രസ് ആണെന്ന്, UDF ആണെന്ന്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഒരു അന്തർധാര പ്രവർത്തിച്ചിരുന്നു അത്രേ. ശരിയാണോ? കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നു. ബി.ജെ.പിക്ക് വോട്ട് മറിച്ചു നൽകിയത് കോൺഗ്രസ് ആണോ? നമുക്കൊരു വോട്ടപ്രദർശനം നടത്താം. 2021 തെരഞ്ഞെടുപ്പ് ഫലവും 2026 തെരഞ്ഞെടുപ്പ് ഫലവും വിശകലനം ചെയ്യാം. 2026 തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലില്ലാത്ത ഒരു മണ്ഡലമായിരുന്നു കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ. അവിടെയാണ് ബി.ജെ.പിയുടെ 2026 ആദ്യത്തെ MLA ആയി ബി ഗോപകുമാർ പിറവിയെടുത്തത്. 4398 വോട്ടുകളായിരുന്നു ഭൂരിപക്ഷം. ഗോപകുമാറിനോട് തോറ്റത് ആർ രാജേന്ദ്രനാണ്. 2026 പ്രധാനപ്പെട്ട 3 പാർട്ടികളുടെയും ചാത്തന്നൂരിലെ വോട്ട് നില നമുക്ക് നോക്കാം. ബി ഗോപകുമാർ ബി.ജെ.പി 51,923 വോട്ടുകൾ നേടി. ആർ രാജേന്ദ്രൻ CPI 47,525 വോട്ടുകൾ നേടി. സൂരജ് രവി കോൺഗ്രസ് 30,276 വോട്ടുകളും നേടി. ഇനി 2021 ഈ 3 പാർട്ടികൾക്ക് കിട്ടിയ വോട്ടുകൾ നമുക്ക് നോക്കാം. GS ജയലാൽ CPI 59,296 വോട്ടുകൾ നേടി. ബി ഗോപകുമാർ ബി.ജെ.പി 42,090 വോട്ടുകളും നേടി. N പീതാംബരക്കുറുപ്പ് കോൺഗ്രസ് 34,280 വോട്ടുകളും നേടി. ഇവിടെ 2021 2026 11,771 വോട്ടുകൾ കുറവാണ് LDFന്. അതേസമയം UDFന് 1000-ലധികം വോട്ടുകൾ കൂടുതലും. ഇനി കഴക്കൂട്ടമെടുത്താലോ? 2021 കടകംപള്ളി സുരേന്ദ്രൻ CPIM 63,690 വോട്ടുകൾ നേടി. ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പി 40,193 വോട്ടുകളും നേടി. ഡോക്ടർ SS ലാൽ കോൺഗ്രസ് 32,995 വോട്ടുകളാണ് നേടിയത്. അതേസമയം 2026 ബി മുരളീധരൻ ബി.ജെ.പി 46,564 വോട്ടും കടകംപള്ളി സുരേന്ദ്രൻ CPIM 46,136 വോട്ടും അഡ്വക്കേറ്റ് T ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് 37,183 വോട്ടുകളുമാണ് നേടിയത്. അതായത് 2021 തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ 2026 17,554 വോട്ടുകളാണ് കടകംപള്ളി സുരേന്ദ്രന് കഴക്കൂട്ടത്തിൽ നഷ്ടമായത്. ഇനി കോൺഗ്രസിനാണെങ്കിലോ 5,800-ലധികം വോട്ടുകൾ കൂടുകയാണ് ചെയ്തത്. ഇനി നേമത്തെ കാര്യം നോക്കാം. നേമത്ത് 2021 CPIMന്റെ വി ശിവൻകുട്ടി നേടിയത് 55,837 വോട്ടുകളാണ്. കുമ്മനം രാജശേഖരൻ ബി.ജെ.പി 51,888 കെ മുരളീധരൻ കോൺഗ്രസ് 36,524 വോട്ടുകളുമാണ്. അതേസമയം 2024 രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പി നേടിയത് 57,192 വോട്ടും വി ശിവൻകുട്ടി CPIM നേടിയത് 52,216 വോട്ടുമാണ്. അഡ്വക്കേറ്റ് കെ ശബരിനാഥൻ കോൺഗ്രസ് നേടിയത് 29,730 വോട്ടുകളാണ്. CPMന് 2021 2026 ശിവൻകുട്ടിക്ക് 3,600 ചില്ലാൻ വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. ഇവിടെ നേമത്ത് മാത്രമാണ് വോട്ട് നിലയിൽ കോൺഗ്രസിന് കുറവ് സംഭവിച്ചത്. ആ വ്യത്യാസം കെ മുരളീധരനും കെ ശബരിനാഥും തമ്മിലുള്ള ശാക്തികാന്തരമാണ്. പൊളിറ്റിക്കൽ സൂത്രവാക്യങ്ങളിൽ മുരളിയോളം വരില്ല ശബരിനാഥ്. ഇവിടെ മനസ്സിലാവുന്ന സത്യം അടിവരയിട്ട് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം ബി.ജെ.പിയിലേക്ക് പോയത് മറിച്ച് ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് എന്ന് മനസ്സിലാവും. ഇടതിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ബി.ജെ.പി പിടിച്ചെടുത്തത്. സഖാക്കൾ പാടി നടക്കുന്ന ഒരു പാട്ടുണ്ട്. ബി.ജെ.പി ജയിച്ചത് 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ശരിയാണ്, 3-ാം സ്ഥാനത്താണ്. പക്ഷേ അതിൽ വലിയൊരു ശരികേടുമുണ്ട്. ബി.ജെ.പി ജയിക്കാതിരുന്ന 2021 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം ബി.ജെ.പി പാളയത്തിലേക്ക് ചേക്കേറിയതെന്ന് മനസ്സിലാക്കാൻ സഖാക്കൾക്ക് ദൂരെയൊന്നും പോകേണ്ടതില്ല. ഒന്ന് പിണറായി വരെ പോയാൽ മതി. അവിടെ ഒരു മനുഷ്യൻ വിയർത്ത് കുളിച്ച് കിടക്കുന്നുണ്ട്. വെഞ്ചാമരം വീശാൻ ആളില്ലാതെ, അണികളില്ലാതെ.